വാനനിരീക്ഷകർക്ക് സന്തോഷ വാർത്തയാണ് പുറത്തുവരുന്നത്. ഡിസംബറിൽ ആകാശത്ത് പൂത്തിരി കത്തിക്കാൻ ഉൽക്കാവർഷം ഒരുങ്ങുന്നു. വർഷത്തിലെ ഏറ്റവും അതിശയകരവും എളുപ്പത്തിൽ കാണാൻ സാധിക്കുന്നതുമായ ഉൽക്കാവർഷങ്ങളിൽ ഒന്നാണ് വരുന്നത്. നാളെ ആകാശത്ത് അത്ഭുത കാഴ്ച കാണാം. ജെമിനിഡ്സ് ഉൽക്കാവർഷത്തിന് ഒരുങ്ങാം. വാനനിരീക്ഷകർക്ക് ഇതാ സന്തോഷ വാർത്ത എത്തിക്കഴിഞ്ഞു. ഡിസംബറിൽ ആകാശത്ത് വിസ്മയം തീർക്കാൻ ജെമിനിഡ്സ് ഉൽക്കാവർഷം എത്തുന്നു. വർഷത്തിലെ ഏറ്റവും അതിശയകരമായ പ്രതിഭാസം കൂടിയാണ് സംഭവിക്കാൻ പോകുന്നത്. മാത്രമല്ല, ഇത് കാണാൻ ആഗ്രഹിക്കുന്നവർക്കും എളുപ്പത്തിൽ കാണാൻ സാധിക്കുന്ന ഉൽക്കാവർഷങ്ങളിൽ ഒന്നുകൂടിയാണ് ആകാശത്ത് അത്ഭുതം സൃഷ്ടിക്കാൻ വരുന്നത്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഇത് ശരിക്കും അത്ഭുത കാഴ്ച തന്നെയായിരിക്കും സമ്മാനിക്കുക. ജെമിനിഡ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തിളക്കമുള്ള വരകൾ പോലെ മണിക്കൂറിൽ 100-ലധികം ഉൽക്കകളെയെങ്കിലും ആകാശത്ത് കാണാൻ സാധിക്കും എന്നത് തന്നെയാണ്. ഉൽക്കാവർഷം എന്നറിയപ്പെടുന്നത് സൂര്യനെ ചുറ്റുന്ന വാൽനക്ഷത്രങ്ങളും ചിഹ്നഗ്രഹങ്ങളും അവ കടന്നുപോകുന്ന പാതകളിൽ അവശേഷിക്കപ്പെടുന്ന പൊടികളോ പാറകളോ ഉണ്ടാകും. ആ വഴിയിലൂടെ ഭൂമി സഞ്ചരിക്കുമ്പോൾ ഭൂമിയുടെ അന്തരീക്ഷവുമായി സമ്പർക്കത്തിൽ വരുന്ന ഇവ ഉൽക്കകളായി ആകാശത്ത് പെയ്തിറങ്ങുന്നുവെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. ജെമിനിഡ്സ് ഉൽക്കാവർഷം ഉണ്ടാക്കുന്നത് വാൽനക്ഷത്രം അവശേഷിപ്പിച്ച അവശിഷ്ടങ്ങളിൽ നിന്ന് വരുന്ന ഉൽക്കാവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചിഹ്നഗ്രഹമായ 3200 ഫേത്തണിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ കൂടിയാണ്. കൂടുതൽ വ്യക്തതയും തിളക്കവും ഇതിനുണ്ടാകുമെന്നതാണ് മറ്റ് ഉൽക്കാവർഷങ്ങളിൽ നിന്നും ഇതിനെ തീർത്തും വ്യത്യസ്തമായി പറയുന്നത്. ഡിസംബർ 13-നും 15-നും ഇടയിലാണ് ഇന്ത്യയിൽ ഈ ഉൽക്കാവർഷത്തിന്റെ തീവ്രത കൂടുന്നത്. ഇനി ഇത് എപ്പോൾ കാണാമെന്ന ചോദ്യവും ഉയരും. അർദ്ധരാത്രി മുതൽ പുലർച്ചെ വരെയാണ് ഇത് കാണാൻ പറ്റിയ സമയം. ഈ ഉൽക്കകൾ എത്തുക കിഴക്കൻ ആകാശത്തുള്ള ജെമിനി നക്ഷത്ര സമൂഹത്തിൽ നിന്നുകൂടിയാണ്. അതായത് രാത്രിയാകുന്തോറും ജെമിനി നക്ഷത്ര സമൂഹം ആകാശത്ത് കൂടുതൽ ഉയർന്നു വരും. ഉൽക്കകൾ ആകാശത്തിന്റെ പല ഭാഗത്തേക്കും വ്യാപിക്കും. ചില ഉൽക്കകൾ മങ്ങിയതും സൂചി പോലെയുള്ളതുമായിരിക്കുമെന്നും പറയുന്നുണ്ട്. മിന്നലുകൾ പോലെയായിരിക്കും നമുക്കിതിനെ കാണാൻ സാധിക്കുക. മറ്റു ചിലത് തിളക്കമുള്ള ചെറിയ പൊട്ടിത്തെറികൾ പോലെ തോന്നിക്കാം. വിദഗ്ധർ പറയുന്നതനുസരിച്ച് ഉൽക്കാവർഷം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വാനനിരീക്ഷണം നടത്തണമെന്നാണ്. ഇതിനായി പ്രകാശ മലിനീകരണമില്ലാത്ത ഇരുണ്ട സ്ഥലം തിരഞ്ഞെടുക്കണം. മരങ്ങളോ കെട്ടിടങ്ങളോ കാഴ്ചയെ തടസ്സപ്പെടുത്തില്ലെന്ന് ഉറപ്പുവരുത്തണം. ഇതൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഇതിനായി വെളിച്ചം കുറവുള്ള ടെറസുകൾ, തുറസായ പാർക്കുകൾ, ഹിൽ സ്റ്റേഷൻ വ്യൂ പോയിന്റുകൾ എന്നിവ തിരഞ്ഞെടുക്കുന്നത് ഉത്തമമാണ്. കൂടാതെ ഉൽക്കാവർഷം കാണാൻ ദൂരദർശിനിയോ ബൈനോക്ലോറോ ആവശ്യമില്ല എന്നും ഗവേഷകർ പറയുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.